ഈ പ്രോട്ടീൻ പൗഡർ ചുമ്മാ വാരി കഴിക്കുന്ന സാധനമേ അല്ല. നമ്മൾ ആദ്യം മനസ്സിലാകേണ്ടത് കഴിക്കാൻ പാടില്ല, എല്ലാവരും അങ്ങനെയുമല്ല, ആവശ്യത്തിന് കഴിക്കും. അങ്ങനെയുമല്ല. നമ്മൾ ചാറ്റ് ജിപിയോട് ചോദിക്കുമ്പോൾ എനിക്ക് തലവേദന വന്നിരിക്കുന്നു, സിംറ്റംസ് എല്ലാം കൊടുക്കും. അപ്പൊ ചാറ്റ് ജിപിയുടെ ആദ്യം മറുപടി, നീ ഇതുവരെ മരിച്ചില്ലേ? ഓഫീസിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം പറയാം, അജിംസിന്റെ ഡയറ്റ്. ആരെങ്കിലും അജിംസിനോട് തടി അല്പം കൂടിയിട്ടുണ്ടല്ലോ, വേസ്റ്റ് അല്പം കാണുമല്ലോ, വൻ അസ്വസ്ഥനാവുകയും അപ്പൊ തന്നെ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും പുള്ളി. ജിയുടെ പ്രശ്നം അതാണ്. ഈ മിച്ചം വെക്കുന്ന മഞ്ഞക്കരു ഹോട്ടൽ ഉടമ എടുത്ത് മറ്റൊരു പപ്സാക്കി മാറ്റുമോ? ഇവന്മാരൊക്കെ നിരോധിക്കണം. ഈ മഞ്ഞ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു പഠനം നടത്തേണ്ടതാണ് കേട്ടോ. തൊണ്ടയുടെ ഇവിടെ ഒരു ബ്ലോക്ക് ഉള്ള ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു സാധനം തട്ടുന്നു, പ്രശ്നം തട്ടുന്നുണ്ട് ഇപ്പോഴും. എന്തൊരു സാധനം തോന്നുന്നു. ക്യാമറ കേട്ട് പുള്ളി അവിടെ ഇതല്ലേ തട്ടുന്നു ചോദിച്ചു, പുള്ളി അവിടെ ക്യാമറ വെച്ചു, അവിടെ ഒന്നുമില്ല. എനിക്ക് ഉള്ളടക്കത്തിൽ ജഗദീനെ ഓർമ്മ വരുന്നത്. വെയിൽ കൊള്ളുന്നില്ലെന്ന് പറയും. എന്നാ എങ്ങാനും ഒന്ന് വെയിലത്തേക്ക് ഇറങ്ങുമ്പോ കുറേ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫ്രഷ് തമാശയായിരുന്നു. ഒരു ദിവസം കഴിച്ചു നേരിട്ട് ഒന്നും വരില്ല. കഴിക്കുമ്പോ ഞാൻ വയ്ക്കാം, ഒരു മനുഷ്യൻ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ തീരുമാനം എടുക്കണേ. ഒരു ദിവസം കഴിച്ചിട്ട് കുഴപ്പമില്ലാന്ന് കുറച്ച് ആട്ടിൻ കട്ട കഴിക്കുന്നു. ആരോഗ്യത്തിന് 3 രീതിയുണ്ട്. ഒന്ന് ഹെൽത്തി ആയിരിക്കുക, ഒന്ന് ഫിറ്റ് ആയിരിക്കുക, 3 അത്ലറ്റിക് ആയിരിക്കും. 4ാമത്തെ നമ്മളത് ഫാമിലി പാക്ക് ആയിരിക്കും. ചാറ്റ് ജിപിടി പറയും നമ്മൾ ഇത് ഞാൻ കഴിച്ചോട്ടെ, ആർ യു സീരിയസ് ലോക്കെന്നാ കഴിക്കളിയാന്ന്. നമ്മളൊരു മൂഡ് മനസ്സിലാക്കിയിട്ട് താങ്ങിത്തരും. ന്യൂ ഇയറിൽ നമ്മൾ റെസൊല്യൂഷനൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് ആളുകളുടെ റെസൊല്യൂഷൻ, എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ വരെ റെസൊല്യൂഷൻ എടുത്തിരിക്കുന്നത് ഷുഗർ ഡയറ്റ്, ഷുഗർ കട്ടാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയുള്ള ആളുകളായിട്ട് മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പൊതുവെ ഇൻസ്റ്റഗ്രാമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. സത്യമാണോ എന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ എത്ര പേര് ജിമ്മിലൊക്കെ പോയി ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്ന ആളുകൾ? ഞാൻ ഇന്നവരെ ജിമ്മിന്റെ ഉൾവശം കണ്ടിട്ടേ ഇല്ല. ജിമ്മിൽ പോകുന്നില്ലെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ് അല്ലേ? ജിമ്മിലുള്ള പല സാധനങ്ങളും വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയും അതിന്റെ എല്ലാം വെയിറ്റ് നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും. അജിംസ് വളരെ കൃത്യമായിട്ട് അല്ലേ ഡയറ്റ് പ്ലാൻ നോക്കുന്ന ആളാണ്, എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. ആരെങ്കിലും അജിംസിനോട് തടി അല്പം കൂടിയിട്ടുണ്ടല്ലോ, വേസ്റ്റ് അല്പം കാണുമല്ലോ, വൻ അസ്വസ്ഥനാവുകയും അപ്പൊ തന്നെ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും പുള്ളി. സീരിയസ്ലി അത് കുറച്ചിട്ടേ വരും. മുൻപില്ലാത്ത ഈ ഒരു ഇതെപ്പോ തുടങ്ങി? 40 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അതെന്താ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇത്? നിങ്ങൾക്ക് 40 വയസ്സാകുമ്പോൾ സാധാരണ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനുള്ള ആളുകൾ ആദ്യം ആലോചിക്കുക ജിമ്മിൽ പോകുന്നത്. പക്ഷെ ഇത്രയും ആരോഗ്യ കാര്യത്തിൽ ബദ്ധശ്രദ്ധ എന്താ പറയാ ഉള്ള ഒരാള് എന്തുകൊണ്ട് ജിമ്മിൽ പോയില്ല? ജിമ്മിൽ പോകണമെന്നില്ല. ഞാൻ പറയുന്നത് അല്ല, ഇതിൽ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇതിലിപ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും. ഇതൊക്കെ എൻ്റെ ശരിയാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് നല്ലൊന്നും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക. അതെല്ലാവർക്കും യൂണിവേഴ്സിറ്റി ബാധകമാകുന്ന കാര്യമല്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ വർക്കൗട്ടിനേക്കാൾ ഫിറ്റ്നസ്സിന് നല്ലത് ഡയറ്റാണെന്നുള്ളതാണ്. അതിനർത്ഥം വർക്കൗട്ട് ചെയ്യേണ്ടതെന്നല്ല. നമ്മുടെ ഫിറ്റ്നസ്സിൽ ഒരു 60% ഡയറ്റാണ് നമ്മളെ സ്വാധീനിക്കുക. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ. ബാക്കി 40% എൻഹാൻസ് ചെയ്യാനേ വർക്കൗട്ട് സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ ഡയറ്റ് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിന് ഈ വർക്കൗട്ട് ഈ പറയുന്ന പോലെ ജിമ്മിൽ പോയി ഡെയിലി ഈ മസിൽ വരിപ്പിക്കണമെന്നില്ല. മസിൽ അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പോഴത്തെ കുറെ ജനറേഷൻ അങ്ങനെ പോകുന്നവരുണ്ട്. ജിമ്മിൽ പോകുന്നതിന് മസിൽ വരിപ്പിക്കാൻ അധിക്ഷേപിക്കേണ്ട. നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ബോഡി ബിൽഡിംഗ് ആണോ, ബോഡി ബിൽഡിംഗിന് ജിമ്മിൽ തന്നെ പോകണം. അതല്ല, നമുക്ക് ഫിറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പൊ അന്നെന്താണോ അതിന് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യണം, വീട്ടിൽ വർക്കൗട്ട്. പക്ഷേ ഡയറ്റ് ആണെന്ന് പറയുമ്പോഴും ശരീരം അനങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കേരളത്തിലെ എൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സ്പെഷ്യലിസ്റ്റുകളെയും കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന് എനിക്ക് പറയാം. വർക്കൗട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യുന്നു. 40 വയസ്സിന്റെ പ്രത്യേകത ഞാൻ ചോദിച്ചില്ലേ, 40 വയസ്സിന് ശേഷം നമ്മൾ ഒരുപാട് തരത്തിലുള്ള പരിശോധന നടത്തുകയും നമ്മുടെ ശരീരം ഫിറ്റാണെന്ന് ഉറപ്പാക്കുകയും വേണം. 40 വയസ്സ് വരെയൊക്കെ ശരീരം ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അനാവശ്യങ്ങളെ സഹിക്കൂ. അത് കഴിഞ്ഞാൽ അത് സഹിക്കേണ്ട ബാധ്യത ശരീരത്തിലില്ല, ശരീരം വീക്കായി തുടങ്ങും. അപ്പോൾ 40 വയസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആർജിച്ച് കഴിഞ്ഞു, ഫാറ്റി ലിവർ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ സ്റ്റേജ് എന്താണ്, ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് ഉറപ്പിക്കണം. ഇപ്പോൾ 40+ കഴിഞ്ഞാൽ നമ്മൾ കൊളോണോസ്കോപ്പി വരും ചെയ്യണം ഡോക്ടർമാർ പറയും. ഈ വൻകുടൽ എന്താ ക്യാമറ ടെസ്റ്റ് ഇല്ലേ, അതുവരെ ചെയ്യണം. അതുകൊണ്ട് 40 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ബോധവാനായിരിക്കണം. എനിക്കൊന്ന് നമ്മുടെ ഒരു കോൺസെപ്റ്റാണ് ഈ 40 ഒക്കെ. എനിക്കൊന്ന് ഇപ്പോഴുള്ള ആളുകളൊക്കെ കുറച്ചുകൂടെ യങ്ങിലെ തന്നെ ഇതൊക്കെ നോക്കുന്ന ആൾക്കാരാ. നമ്മുടെ ഒക്കെ ഒരു ജനറേഷൻ ഇവിടെ വൈകിട്ട് ഇപ്പോഴത്തെ 30s ആളുകൾ എന്ന് പറഞ്ഞാൽ 90s കിഡ്സ് ആണല്ലോ. അവരൊക്കെ ഈ ഇപ്പൊ 40s നമ്മൾ കാണിക്കുന്ന ഈ എന്താണ് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, എന്താ പറയാ ജീവിതശൈലി രോഗങ്ങളൊക്കെ അവർക്ക് ഇപ്പോഴേ വന്നു തുടങ്ങി കഴിഞ്ഞു. കടയിൽ പോയാൽ തന്നെ ചായ ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിച്ചാൽ മതി.
ബഹുഭൂരിപക്ഷം വരും മധുരമില്ലാത്ത ചായ, അല്ല മധുരം കുറച്ച് ചായ, കൂടെ ഒരു ലഡു. അങ്ങനെ അത്രയും ശ്രദ്ധിച്ചു തുടങ്ങി. കുട്ടികളടക്കം എനിക്ക് തോന്നുന്നു യങ് ഏജിലുള്ളവരടക്കം മധുരം കുറയ്ക്കാൻ തുടങ്ങി, ഷുഗർ ഡയറ്റ് എടുത്തു തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഷുഗർ കട്ട് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പോകുമോ ഷുഗർ ഏറ്റവും വലിയ ശത്രുവാണെന്നാണ് പറയുന്നത് അല്ലേ? ഷുഗർ എന്ന് പറഞ്ഞ പ്രശ്നമുള്ള വെച്ചാൽ ഷുഗർ കട്ട് എന്ന് വെച്ചാൽ പഞ്ചസാര മാത്രമല്ല ഷുഗർ. നമ്മൾ ചോറുണ്ടുമ്പോൾ ചോറും ഷുഗറാണ്. നമ്മൾ മൈദ കഴിക്കുമ്പോൾ മൈദയ്ക്ക് പ്രശ്നമുണ്ട്. നമ്മളൊരു ചില ഫ്രൂട്ട്സ് കഴിച്ചാൽ ഫ്രൂട്ട്സ് ഓവറായിട്ട് കഴിച്ചാൽ അതിന് പ്രശ്നമുണ്ട്. അല്ല, ഈ മൈദയുടെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഈ പുറത്തുള്ള ആളുകളൊക്കെ കാണുന്നില്ല, അവരൊക്കെ മിക്കവാറും അവരുടെ ബ്രെഡ്സ് ഒക്കെ മൈദ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ എല്ലാം വിത്ത് അവർ വെജിറ്റബിൾസ് കഴിക്കണോണ്ടാണോ അതൊരു സമീകൃതമായിട്ട് നമ്മൾ പുറത്തുള്ള എത്ര പേര് അത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ കുറെ വ്ളോഗിലൊക്കെ കാണുമ്പോൾ അവരുടെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും ബ്രെഡും അതിന്റെ എല്ലാം ഇപ്പൊ അവർ മൈദ മാറി അത് ഹോൾ വീറ്റിലേക്ക് മാറി. ഹോൾ വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹോൾ ഗ്രെയിൻ എന്ന് പറഞ്ഞാല് തവിടുള്ള ധാന്യങ്ങൾ, കുറെ ധാന്യങ്ങളല്ല, തവിടുള്ള ധാന്യങ്ങൾ കഴിക്കാന്നുള്ളത്. അത് ഈ മൈദയുടെ പ്രശ്നം അതിൽ തവിടില്ല എന്നുള്ളതാണ്. അതുപോലെ കോഴിക്കോട് കഴിക്കുന്ന കുറുവ റൈസ് നല്ല പോളിഷ് ചെയ്ത് മിനിക്കെടുക്കുന്നത് അത് പഞ്ചസാരയാണ്, അത് ആക്ച്വൽ പഞ്ചസാരയാണ് സാധനം. അത് അകത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ തവിട് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഗുണം അത് ഫൈബർ ഉണ്ടാവും, മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മലബാറിലുള്ള ആൾക്കാരാണ് ഈ കുറുവ റൈസ് കഴിക്കുന്നുണ്ട്. വേറെ തെക്കോട്ടൊക്കെ അത് ഓൾ ഗ്രെയിൻസ് കഴിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കാപ്സ് മാത്രമായിട്ട് അകത്തേക്ക് പോയിട്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദിവ്യ നമുക്ക് ചോറുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടല്ലോ അല്ലേ? സത്യം പറയാലോ, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വൈകിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ രാത്രി ചോറ് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് കശ്മീരിൽ ഒരു ട്രിപ്പ് പോയി, നമ്മുടെ ആൽപ്പൈനോറ വെച്ചിട്ട്. ഇവിടുന്ന് വിട്ടു ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹിമാചൽ കഴിഞ്ഞ് ലഡാക്കിലോട്ട് പോയി തുടങ്ങിയപ്പോൾ ചോറും നല്ല ചമ്മന്തി നല്ല പപ്പടം കൂട്ടി അതിങ്ങനെ ഉള്ളിലിങ്ങനെ ഷെടാ ഈ ഫുഡ് അവിടുത്തെ മറ്റേ ബ്രെഡും ഈ പറഞ്ഞതുപോലെയുള്ള കറി, അവിടുത്തെ കറി നമ്മളെ അങ്ങോട്ടുള്ളത് ഇവിടുത്തെ ടേസ്റ്റ് അല്ല, പറ്റുന്നേ ഇല്ല. ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറയാം, അമ്മ എനിക്ക് ഇച്ചിരി ചോറും മോരും കൂട്ടി കഴിക്കാൻ തോന്നും. സീരിയസ്ലി എനിക്ക് ഇന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ എനിക്ക് ചോറ് കഴിക്കണം. ഞാൻ അതിൽ കോംപ്രമൈസ് ചെയ്യാറില്ല, ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര ഇല്ല, മുൻപ് കഴിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇപ്പോഴും രാവിലെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിയും ചോറ് തന്നെയാണ്. പക്ഷെ ഞാൻ രാത്രി അങ്ങ് ഒഴിവാക്കി. രാത്രി ദോശ ഗോതമ്പ് എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് ചോറ്. പക്ഷെ കാപ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും കഴിയില്ല. കാപ്സ് അത്യന്താപേക്ഷിതമാണ്. ബ്രെയിൻ വർക്കിന് കാപ്സ്. പക്ഷെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളതാണ്. അത് വെച്ചാൽ ഒരു 40% കൂടുതൽ ടോട്ടൽ ഡയറ്റിന്റെ 40% കൂടുതൽ കാർബ്സ് ആവാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ബാലൻസ് കഴിഞ്ഞാൽ ഓക്കെ. അല്ല, ഇതിലിപ്പോ കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ അതിന്റെ ഒരു ത്രെഷോൾഡിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി സ്റ്റാർട്ടിംഗ് എന്തായാലും പറയാ ഡയബറ്റീസിന്റെ തുടക്ക സ്റ്റേജ് പ്രീ ഡയബറ്റിക് ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ പിടിച്ചു. കൊളസ്ട്രോളിന്റെ മൊത്തം വിതരണം എന്റെ കയ്യിലാണ്. നിങ്ങളെ അല്ല ദിവ്യ, ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് 100+ ആണ്, 104, 105, 106 എന്നൊക്കെയാണെന്ന് കരുതുക. നിങ്ങൾ ഡയബറ്റിക് അല്ല, ബട്ട് 100-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഡയബറ്റിക് ആവാനുള്ള സാധ്യത വളരെ കൂടി. എന്ന് വെച്ചാൽ നിങ്ങൾ 104 കാണുന്നെങ്കിൽ ഡയബറ്റിക് അല്ല. നോർമലി ചിലപ്പോൾ ഡോക്ടർമാരെ കാണിച്ചാൽ അവർ പോലും ഡയബറ്റിക് ആയിട്ടില്ല. നാളെ ഇപ്പോൾ അത് ആവണമെന്നില്ല അവസ്ഥ. നമ്മുടെ ബോഡിയാണ്, 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ വേരിയേഷൻ വന്നേക്കാം. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പോയി നോക്കിയോ, ഇത് കഴിഞ്ഞല്ല നാളെ രാവിലെ പോയി നോക്കിയോ. 100-ന് മേലെയാണെങ്കിൽ നിഷാദ് പറഞ്ഞു കേൾക്കരുത്, ഗൂഗിൾ ഇഡിയറ്റ് ആണ്. ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞതിനെ പരമമായി പുച്ഛിച്ചുകൊണ്ടിരുന്ന ആളാണ് അജിംസ്. ഒരു ദിവസം വൈകുന്നേരം അജിംസ് പോയി നോക്കി, പിറ്റേന്ന് ഈ DDRS ഇതിന്റെ മുഴുവൻ പേപ്പർ കിട്ടിയിട്ട് ആകെപ്പാടെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഞാൻ കണ്ടു. എന്നിട്ട് പിറ്റേന്ന് മുതൽ അന്ന് അതിന്റെ പിറ്റേന്ന് അവസാനിപ്പിച്ചാണ് ഈ ഷുഗർ ഡയറ്റ് തുടങ്ങിയത്. എന്നിട്ട് നമ്മുടെ ഓഫീസിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്താ പറയാ, അജിംസിന്റെ ഡയറ്റ് അത് ഭയങ്കര ഫേമസ് ആണ്. എനിക്കറിയില്ല, രാവിലെ ചിയാ സീഡ് പുഡിംഗ് കഴിക്കുന്നുണ്ട്, പിന്നെ ക്യുനാവ, രാവിലെ തൊട്ട് രാത്രി ഞാൻ പറയട്ടെ, ഇത് ആരും അനുകരിക്കാൻ നിൽക്കരുത്, നിങ്ങളും അനുകരിക്കരുത്. ഇത് എനിക്ക് മാത്രം ബാധകമായ, എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ ന്യൂട്രീഷനിസ്റ്റും ഡോക്ടേഴ്സും പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചുമ്മാ ഇരുന്ന് ഈ ഡയലോഗ് അടിച്ചാൽ നമുക്കൊരു നമ്മുടെ ഒരു ബോഡിക്ക് അനുസരിച്ച് നമുക്ക് റിസർച്ച് ചെയ്തൊരു സാധനം ഉണ്ടാക്കിക്കൂടെ. ഇത് ഞാൻ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റാ വെറും വയറ്റില് ഈ പറയുന്ന ചിയാ സീഡ് കഴിക്കും. ചിയാ സീഡ് ഓവർനൈറ്റ് സോക്ഡ് ചിയാ സീഡ് മാത്രം അല്ലല്ല, അതിൽ ഒരു 5 ആൽമണ്ട്സ്. ആൽമണ്ട്സ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, കൊളസ്ട്രോൾ വരാതിരിക്കാൻ. എന്നാൽ ഗുഡ് കൊളസ്ട്രോൾ ഉള്ളതാണ് ബദാം എന്ന് പറയുന്നത്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പല ഘട്ടങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒറ്റയടിക്കല്ല. വർക്കൗട്ട് എത്ര നേരം? ഒരു 1 hour. പുഷപ്സ് ഒക്കെ ഉണ്ടോ?
ഞാൻ ഡംബൽ സെറ്റ് ഉണ്ട് എനിക്ക്. മുഴുവൻ വെളിപ്പെടുത്താൻ പാടില്ല. മുഴുവൻ പറയാം. എന്നാലും ഫുള്ള് നമുക്ക് ഒരു പറയുന്നില്ല, ആകാംക്ഷ വെറുതെ ഉണ്ടാവില്ല. ബാക്കി പറയും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒറ്റയടിക്കല്ല കഴിക്കുക. മുമ്പൊക്കെ ഞാൻ ഒറ്റയടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പല ഘട്ടങ്ങളായിട്ട് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പഴം കഴിക്കും, ഒരു എന്താണ് പറയുക, ഈ പച്ച നിറമുള്ള പഴം, പച്ചപ്പഴുത്ത പഴം, റോബസ്റ്റ. റോബസ്റ്റ, അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് മുമ്പൊക്കെ നമ്മളിങ്ങനെ പുട്ട് ദോശ എന്ന് പറഞ്ഞാൽ ഒരു 3 ദോശ അല്ലെങ്കിൽ 3 ചപ്പാത്തി, അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കറി, അങ്ങനെയായിരുന്നു. അത് ഞാൻ മാറ്റി. അത് മാറ്റിയിട്ട് ഒരു കഷ്ണം പുട്ട്, ഒരു 3 ടേബിൾ സ്പൂൺ ഈ പറയുന്ന എന്താണ് പയറ്, കടല, ചെറുപയർ, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൻ്റെ അളവ് കൂട്ടി. അപ്പോൾ എന്താണ് നമ്മൾ ബാലൻസ്ഡായി. അതിൽ കാപ്സും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു 2 മുട്ട പുഴുങ്ങിയത്. 2 മുട്ട നിർബന്ധം. എനിക്ക് 2 വേണം. ശരി. പിന്നെ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അല്ല, ഇതൊക്കെ ഇങ്ങനെ എപ്പോഴായിട്ട് കഴിയും? ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ലഞ്ചിന്റെ സമയം. അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിവിലേജ് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യമല്ലേ, രാവിലെ എഴുന്നേൽക്കുന്നു, ചിയാ സീഡ് കഴിക്കുന്നു, അതിനകത്ത് അതൊക്കെ ഞാൻ തന്നെ ചെയ്യും, ഞാൻ തന്നെ അല്ല, പ്രിപ്പയർ എന്നാലും ചെയ്യുന്നത്. ഞാൻ വിചാരിക്കും ഒരു മനുഷ്യന് ഈ കഴിക്കാനല്ലേ നേരമുള്ളൂ ഉച്ച വരെ. ഉച്ച കഴിഞ്ഞവരെ ലഞ്ച് 5 ഘട്ടങ്ങൾ. എന്റെ അവസാനത്തെ ഭക്ഷണം എപ്പോഴാണെന്ന് അറിയോ? 7 മണിക്ക് മുമ്പാണ്. അതിന് അപ്പോൾ 7 to പിറ്റേ രാവിലെ 7 മണി വരെ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. അത് വളരെ നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശക്കുക എന്നുള്ളത് അത് നല്ല അനുഭവമാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശക്കില്ല. ഒരു 9 മണിയാകുമ്പോൾ വിശക്കാണ്ടാവുമ്പോൾ ഒരു എന്താണ് ചടങ്ങെന്ന നിലയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയാണ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ സ്വാധീനിക്കും. ഈ നമുക്ക് വിസറൽ ഫാറ്റ് ഉണ്ടാക്കും. ഇത് നമുക്ക് വിശക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു, വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് രസം. ഈ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ മുട്ട കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ, ഇവിടെ നമ്മൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ കാണാം ഒരു 10 മുട്ടയൊക്കെ കഴിച്ചിട്ട് അതിന്റെ മഞ്ഞ മാത്രം. അതല്ല, ഇത് രസം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയിൽ ഇങ്ങനെ ഈച്ച വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ ആലോചിക്കും, ഇവന്മാർക്ക് ഇതൂടെ കഴിച്ചിട്ട് പോയിക്കൂടെ, അല്ലെങ്കിൽ കളഞ്ഞുകൂടെ? ഇതൊക്കെ എടുത്ത് ഇവന്മാർ ഇനി വേറെ വല്ല കറിയിലൊക്കെ ഇട്ട് വല്ല മുട്ട ബജ്ജിയൊക്കെ ആക്കിയിട്ട് നമുക്ക് തരില്ലേ? പ്രശ്നം അതാണ്. ഈ മിച്ചം വെക്കുന്ന മഞ്ഞക്കരു ഹോട്ടലുടമ എടുത്ത് മറ്റൊരു പപ്സാക്കി മാറ്റുമോ? എനിക്ക് അതാ ടെൻഷൻ. അപ്പൊ ഞാൻ ഇവന്മാരൊക്കെ നിരോധിക്കണം. ഈ മഞ്ഞ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊരു പഠനം നടത്തേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞ നമുക്ക് വലിയ ആരോഗ്യ സച്ചിൻ നല്ല കൺസിസ്റ്റൻസിയുള്ള ആളാണ്. സച്ചിന്റെ പഴയ രൂപം അറിയാലോ, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണല്ലേ. നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് അത് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 1 ദിവസം 2 ദിവസം 3 ദിവസം കൂടിപ്പോയ ഒരാഴ്ച 1 മാസം വരെ പോകും. അത് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകും. ഒരു പീസ് കേക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ 2 ലഡു കാണുമ്പോൾ ഇവിടെ തന്നെ ബർത്ത്ഡേ പറയട്ടെ, എനിക്കൊരു തോന്നുന്ന ഒരു ഡയബറ്റിക് ആണോ എനിക്കിപ്പോ മുഖം ഏതെങ്കിലും ഒരു കൗണ്ട് കുറച്ച് കൂടുതലാണെന്നോ ഇത് അലാമിംഗ് ആണെന്നോ ഡോക്ടർ പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഒക്കെ തന്നെ വന്നു. കൂടുതലായിരിക്കും. അതല്ലേ ടെസ്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്. പ്രായത്തിലായി നമ്മൾ നോക്കാൻ സമയം അങ്ങനെ അത് ഒരു പ്രിവിലേജ് ആണ് ടെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതിനെ കാരണം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയബറ്റിക് ആയെന്ന് കരുതുക, അത് റിവേഴ്സ് ആവാന്നുള്ള നല്ല പണിയാണ്. കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു വിഷയം. അതിന്റെ പ്രശ്നം എന്താ അറിയാം, നമ്മളൊരു ടെസ്റ്റ് നടത്താൻ പോയി. അപ്പോൾ ഡോക്ടർ നമ്മോട് പറയണം നിങ്ങൾ ഇന്ന ടെസ്റ്റ് നടത്തണം. അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ നടത്തി നമ്മളെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ മലയാളികൾ പൊതുവെ ആലോചിക്കുന്നതാണ് ആ പൈസ അങ്ങ് പോയി അല്ലേ, 2000 രൂപയാണ് പോയത്, ഒരു അസുഖമില്ല. പക്ഷേ ആ 2000 രൂപയുടെ വില എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 5 വർഷം ആ ടെസ്റ്റ് നടത്താതിരുന്ന 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ രോഗം വന്നു, ഈ 2000 വരെ നിങ്ങൾ 2 ലക്ഷം ചിലവാക്കിയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഷുഗർ ആയി കഴിഞ്ഞിട്ട് ഷുഗറിൽ നിന്ന് തിരിച്ചു വരാൻ നല്ല വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്തുകൊണ്ടാണ് ഇന്ത്യ ഷുഗർ ക്യാപിറ്റൽ ആണെന്ന് അറിയോ? ഇന്ത്യയിലാണ് പഞ്ചസാര കണ്ടുപിടിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബ്സ് കഴിക്കുന്നവരും പഞ്ചസാര ഉപയോഗിക്കുന്നവരും ഇന്ത്യക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. ജിൻസിയെ വിചാരിച്ചെന്നറിയോ, അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ട്, അപ്പൊ ഞാനിത് ലഡു കഴിച്ചാൽ എനിക്ക് വരും, ലഡു കഴിക്കാം. ഡയറ്റ് എടുത്തിട്ട് പ്രയോജനമില്ല, കാരണം ദൈവം തീരുമാനിച്ചിരിക്കുന്ന ആളുടെ മട്ടിലാണ് ജിൻസി അതിനെ കാണുന്നത്. ദിവസം ഒരു 5 കട്ടൻ ചായ അവിടെ ഇരുന്ന് കുടിക്കുന്ന കാണാറുണ്ട്. ദിവസം ഒരു 5 കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. ബട്ട് ജിൻസി സ്റ്റിൽ യങ് അല്ലേ? അല്ലേ, ഇഷ്ടപ്പെട്ടു. 40 ഉണ്ടെങ്കിലും 40 ആണെങ്കിലും മഞ്ജു വാര്യരാണ്. ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പോരെ, ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡ് നിറഞ്ഞു. ഇതിൽ ഡെയിലി കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരൊക്കെയുണ്ട്? നിലവിൽ ആരോഗ്യ പ്രശ്നം വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഡെയിലി നിഷാദിന്റെ പ്രശ്നമല്ല, ശരിക്കുള്ള രോഗമല്ല, രോഗമുണ്ടോ എന്നുള്ള ഭയമാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ഡിസിനസ് ഇഷ്യൂ വന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഞാൻ ന്യൂറോളജിസ്റ്റിനെ കാണാൻ ചെന്നു. അപ്പോൾ ഏറ്റവും അവസാനം കണ്ട ഡോക്ടർ ന്യൂറോളജിസ്റ്റ് ആട്ടോ, ഞാൻ വൈഫും കൂടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അവിടെ ഞാൻ എപ്പോഴും പോവാം. അപ്പോൾ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള മറ്റുള്ളൊരു MRI സ്കാനൊക്കെ എടുക്കാവുന്ന മൂഡിലാണ് ഞാൻ ചെല്ലുമ്പോൾ തന്നെ പുള്ളി അപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ എൻ്റെ ഹിസ്റ്ററി മുഴുവൻ കിട്ടുമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സന്ദർശിച്ച ഒരു യുവാവാണ് ഈ വന്നിരിക്കുന്നത് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി ആദ്യം തന്നെ പറഞ്ഞു,
നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറഞ്ഞ ആങ്സൈറ്റിയുടെ പ്രശ്നത്തിലല്ല വന്നിരിക്കുന്നത്, എൻ്റെ തല എനിക്ക് ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. കക്ഷി വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം. ഫൈനലി പുള്ളി പറഞ്ഞു നിങ്ങളിപ്പോൾ MRI എടുക്കണ്ട, നിങ്ങൾക്ക് ഈ രോഗത്തെക്കുറിച്ചുള്ള ഭീതി ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ആലോചിക്കും. തലവേദന വരുമ്പോൾ നിഷാദ് ഗൂഗിളിനോട് ചോദിക്കും. ഗൂഗിൾ പറയും ബ്രെയിൻ ക്യാൻസർ. നമ്മൾ ചാറ്റ് ജിപിയോട് ചോദിക്കുമ്പോൾ എനിക്ക് തലവേദന വന്നിരിക്കുന്നത് സിംറ്റംസ് എല്ലാം കൊടുക്കും. അപ്പോൾ ചാറ്റ് ജിപിയുടെ ആദ്യം മറുപടി നീ ഇതുവരെ മരിച്ചില്ലേ, ഇത്രയും ഒക്കെ ആണെങ്കിൽ നീ തീർന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചത് വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഉണ്ടാവേണ്ടതല്ലോ. എന്നിട്ട് ഇപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ 2 മാസം കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് നോക്കാവുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്നൊരു ഡോക്ടർ നമ്മളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു സീനിയർ ഡോക്ടർ, അത് ഭയങ്കരമാണ്. ഞാൻ ഒരു ഡോക്ടറാണെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ അറിയോ, നമ്മുടെ അടുത്ത് വരുന്ന മനുഷ്യനാണ് ഒന്നും കുഴപ്പമില്ല ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞത്, അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വാക്കാണ്. അത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പകുതി പ്രശ്നം പോയത് തോന്നി. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ട് കുറേ കാലം സീരിയസ്ലി ഇല്ല, എനിക്ക് ഒരിക്കലും തൊണ്ടയുടെ ഇവിടെ ഒരു ബ്ലോക്ക് ഉള്ള ഫീൽ ചെയ്യുകയാണ്, ഇങ്ങനെ എന്തോ ഒരു സാധനം തട്ടുന്നു. അപ്പോൾ ഞാനൊരു എന്താണ് ENT പോയി കണ്ടു. അപ്പോൾ കക്ഷിയോട് പറഞ്ഞു നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നാം, പിന്നെ ഒരു മാനസിക പ്രശ്നം പോലെ നമുക്ക് തോന്നാൻ തട്ടുന്നു. അസിഡിറ്റി ഉള്ളത്. എനിക്ക് മരുന്ന് തന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു വിദേശത്തൊരു ട്രിപ്പ് പോയി, തിരിച്ച് വന്നിട്ട് ഈ പ്രശ്നം മാറിയിട്ടില്ല, 3 ആഴ്ചയായിട്ട് മാറിയിട്ടില്ല. ഡോക്ടറെ വീണ്ടും പോയി കണ്ടു, ഡോക്ടർ ഇത് പ്രശ്നം തട്ടുന്നുണ്ട് ഇപ്പോഴും, എന്തൊരു സാധനം തോന്നുകയാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അകത്ത് ക്യാമറ കയറുന്നവരുടെ ഉണ്ട്. ക്യാമറ കയറിയിട്ട് പുള്ളി അവിടെ ഇതല്ലേ തട്ടെന്ന് ചോദിച്ചു, ഇവിടെ പുള്ളി അവിടെ ക്യാമറ വെച്ചു, അവിടെ ഒന്നുമില്ല, ഒന്നുമില്ല, സീരിയസ്ലി ഇല്ല. പുറത്തിറങ്ങിയിട്ട് പുള്ളി എൻ്റെ പ്രിന്റ് എടുത്ത് തന്നെ തന്നു, പിന്നെ ഒന്നും തട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഈ തോന്നല് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ എനിക്ക് ഉള്ളടക്കത്തിൽ ജഗതിനെ ഓർമ്മ വരുന്നത്, ഞാൻ വിഴുങ്ങിയത് മറ്റേ. പക്ഷേ ആ സീനിന്റെ ക്ലൈമാക്സ് പോലല്ല ഇത്, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു. അപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ തോന്നുന്ന കാര്യം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഗതി നമ്മുടെ ശരീരത്തെ ഭയങ്കരമായി ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ക്ഷീണമാവും, നിങ്ങൾക്ക് കിടക്കാൻ തോന്നും, എനിക്കെന്തോ പ്രശ്നമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയാൽ കംപ്ലീറ്റ് ക്ഷീണം തോന്നും, തലകറങ്ങുന്നതോട് തോന്നും, നമുക്ക് ഭയങ്കര ഇഷ്യൂ വരും. ആങ്സൈറ്റി പക്ഷേ ഡോക്ടർ കുറച്ച് കുറഞ്ഞു. അല്ല ഇത് സത്യമാണ്, ഇതുപോലെ മെന്റൽ ഹെൽത്ത് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റി. ആങ്സൈറ്റി ഉണ്ടെങ്കിൽ പാളി, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത എല്ലാം വരും. ഞാൻ ടെസ്റ്റിന്റെ കാര്യത്തിൽ പഴയതിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നത്, ടെസ്റ്റ് നടത്തുന്ന കാര്യം ആലോചിച്ചു. ഞാൻ എപ്പോഴും നടത്തേണ്ടി വരുന്നത് എന്താ വെച്ചാൽ വൈറ്റമിൻ ഡി ആണ്. എപ്പോഴും ഞാൻ ഡെഫിഷ്യന്റ് ആവുന്നതാണ് വൈറ്റമിൻ ഡി. അതെപ്പോഴാണെന്നറിയോ, മുടി കൊഴിയും. ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക എന്താണെന്നറിയോ, മുടി കൊഴിയാൻ ലാബിലേക്ക്. അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അയൺ, ഈ 2 കാര്യങ്ങളായിരിക്കും മിക്കവാറും. വെയിൽ കൊള്ളുന്നില്ലല്ലോ നമ്മളിപ്പോഴത്തെ ആരാ വെയിൽ കൊള്ളുന്നത്? വെയിലുള്ളവരുണ്ടോ? ആരെങ്കിലും ഇല്ലല്ലോ. വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി സൺസ്ക്രീൻ ഇട്ട് പോകുന്ന യുവതി. വെയിൽ കൊള്ളുന്നില്ല എന്ന് പറയും, എന്നാ എങ്ങാനും ഒന്ന് വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും. അതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, അത് നല്ലോണം കുറവുണ്ട്. അതും മരുന്ന് കഴിച്ചു. നമ്മൾ ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഈ ജിമ്മിൽ പോകുന്ന പുതിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ദിവസം ജിമ്മിൽ പോയി 2ാമത്തെ ദിവസം ജിമ്മിൽ പോയി തിരിച്ചു വരുന്നത് ഒരു വലിയ പാക്കറ്റ് പ്രോട്ടീൻ പൗഡർ അല്ലേ, കണ്ടിട്ടുണ്ടോ? അതൊരു തെറ്റായ ധാരണയാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇന്ത്യ ഒരു കാർബ്സിന്റെയും ഷുഗറിന്റെ ആസ്ഥാനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കാണായിരുന്നു. കുറച്ച് യൂറോപ്യൻസ് ആയിട്ടുള്ള ഒരു എബോ 40 സ്ത്രീകൾ, ഇന്ത്യക്കാരായ എബോ 40 സ്ത്രീകൾ, രണ്ടുപേരും വടം വലിക്കുക മത്സരം. വളരെ ഇവർ വളരെ മെലിഞ്ഞിരിക്കുന്ന യൂറോപ്യൻ സ്ത്രീകൾ, കരുത്തരായ, എനിക്ക് തോന്നുന്ന പഞ്ചാബ് ഹരിയാന സ്ഥലത്തുള്ള വലിയ സ്ത്രീകളാണ്, നല്ല ഹൈറ്റൊക്കെ ആണ്, വളരെ ഈസി ആയിട്ട് അവർ വലിച്ചിടുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് മുഴുവൻ ഇതാണ്, കാർബ്സ് കഴിച്ചാൽ പ്രോട്ടീൻ കഴിച്ചാൽ. അതായത് പ്രോട്ടീൻ പൗഡർ അല്ല, നമ്മൾ പ്രോട്ടീൻ ബേസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷ. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആഫ്റ്റർ 40 പുരുഷന്മാരിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, മസിൽ ലോസ് വരും. മസിൽ കാലിൻ്റെ, ഞാൻ നിഷാനോട് പറഞ്ഞിട്ടുണ്ട്, കാലിൻ്റെ മസിൽ കുറഞ്ഞു വരും. അപ്പോൾ ഈ മസിൽ ലോസ് ഉണ്ടാകുന്നത് തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയിൽ നിന്നാണ്. ആ പ്രോട്ടീൻ കഴിച്ചു തുടങ്ങിയാൽ തിരിച്ചു വരും. അല്ല, പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്നറിയോ, ഈ ബോഡി ബിൽഡേഴ്സ് ആണല്ലോ പ്രോട്ടീൻ പൗഡേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിലെ തെറ്റിദ്ധാരണ. നമുക്കൊരു ദിവസം എത്ര പ്രോട്ടീൻ ആവശ്യമുണ്ട്, ആവശ്യത്തിനുള്ളേ കഴിക്കാവൂ. നമുക്ക് കിട്ടുന്നുണ്ടോ? അത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ.
നമ്മുടെ എല്ല് തേയ്മാനം വരുന്നത് നമ്മുടെ മസിലിന് ബലമില്ലാത്തതുകൊണ്ടാണ്. അത് ഈ പ്രോട്ടീൻ ബേസ്ഡ് ചർച്ചയിൽ ഞാൻ ഏറ്റവും കണ്ടത് എന്താ അറിയോ, സച്ചിനെയും സച്ചിന്റെ മകനെയും 2 ഫോട്ടോ വെച്ചിട്ട്, സച്ചിൻ പൊതുവെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ ഒരാളാണല്ലോ, പക്ഷെ മകനാണെങ്കിൽ നല്ല നേരത്തെ പറഞ്ഞ സച്ചിൻ ഓഫീസിലുള്ള സച്ചിനും ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കർ കല്യാണം പോലും കഴിച്ചിട്ടില്ല. സച്ചിൻ ക്ഷമിക്കുക. അപ്പോൾ ഈ 2 പേരുടെയും ഫോട്ടോ വെച്ചിട്ടാണ്, അതായത് എങ്ങനെയാണ് പ്രോട്ടീൻ ബേസ്ഡ് ഡയറ്റ് ഒരാളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാകുന്നത് എന്ന് പറയുന്നത്. കാരണം ആ കാലത്ത് നമുക്കറിയാം, അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നൊക്കെ വാരി കഴിച്ചു പോകും, നമ്മൾ അത്ര ഇതൊന്നുമല്ല, കോൺഷ്യസ് ഒന്നുമല്ല, എന്ത് കഴിക്കണം, പ്രോട്ടീൻ ഉണ്ടോ, കാൽസ്യം ഉണ്ടോ, അതൊന്നും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു. പക്ഷേ പിന്നീട് ആ കുട്ടികളുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെയാണ്. അത് എപ്പോഴും ഈ പ്രോട്ടീന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാദങ്ങളിൽ ഈ ഫോട്ടോ എപ്പോഴും ഉയർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രോട്ടീൻ പൗഡർ എങ്ങനെ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്ന കഥയുണ്ടല്ലോ. അതുകൊണ്ട് അതെ, ഈ പ്രോട്ടീൻ പൗഡർ ചുമ്മാ വാരി കഴിക്കുന്ന സാധനമേ അല്ല. നമ്മൾ ആദ്യം മനസ്സിലാകേണ്ടത് കഴിക്കാൻ പാടില്ല, എല്ലാവരും അങ്ങനെയുമല്ല, ആവശ്യത്തിന് കഴിക്കും, അങ്ങനെയുമല്ല. ഞാനൊന്ന് പറയട്ടെ. അത് ഒരാളുടെ ബോഡി വെയിറ്റ്, ഇപ്പം ഞാൻ 70 കിലോ ഉണ്ടെങ്കിൽ എൻ്റെ ബോഡി വെയിറ്റിൽ 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീനെങ്കിലും ഞാൻ കഴിച്ചിരിക്കണം. അതായത് 70 ഗ്രാം പ്രോട്ടീനെങ്കിലും ഞാൻ ദിവസം കഴിച്ചിരിക്കണം. അത് ബോഡി ബിൽഡ് ചെയ്യാനോ ഫിറ്റ്നസിന് വേണ്ടിയല്ല, അതിന് നാച്ചുറൽ ലിവിങ്ങിന് അത്രയെങ്കിലും കഴിച്ചിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അതെങ്ങനെ അറിയും? നമ്മളിപ്പോ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഉണ്ട്, മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, നിലക്കടലുണ്ട്, സോയ, ഇതൊക്കെ നമ്മൾ എത്ര ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്? കഴിക്കുമോ? ചിക്കൻ ഡെയിലി കഴിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ചോറ് കഴിക്കുന്ന അളവിൽ ഒന്നും കഴിക്കാറില്ലല്ലോ. ചോറിൽ എന്താ ഉള്ളത്? ഷുഗർ. ഈ മറ്റേ വൈറ്റമിൻ ഡി എൻറിച്ച്ഡ് മിൽക്ക് ഒക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ റൈസ് ഒക്കെ പ്രോട്ടീൻ വെച്ചൊന്ന് ഉൽപ്പാദിപ്പിച്ചു. കാർബ്സിന് ഒരു അഡിക്റ്റീവ് സാധനം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ അഡിക്ഷൻ നമ്മൾ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ശരി, നമ്മൾ പ്രോട്ടീൻ അഡിക്റ്റ് ആയി നോക്കി, നമ്മൾ പിന്നെ പ്രോട്ടീൻ മാത്രമേ കഴിക്കൂ. അതിനർത്ഥം പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്നല്ല, പ്രോട്ടീൻ ഫുഡിൽ നിന്ന് കഴിക്കാം. അതിന് പറ്റാത്തത്, അതായത് നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല, 70 ഗ്രാം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് എടുക്കുക. അങ്ങ് കൂടി പോവില്ല, അത് അങ്ങ് കഴിക്കാൻ പറ്റില്ല, അതാണ് എൻ്റെ പ്രശ്നം. ബോഡിയിൽ അത് ഹൈ ആവില്ല, നമുക്ക് കഴിക്കാൻ പറ്റണ്ടേ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എത്ര നമുക്ക് കഴിക്കാൻ പറ്റും? ചോറൊന്നും പോലെ കഴിക്കാൻ പറ്റില്ല. ദിവ്യ കുറെ റീൽ കാണുന്നുണ്ടോ? കാണാറുണ്ടോ? ഞാനതേ കാണാറില്ല, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റാറില്ലല്ലോ. ദിവ്യയുടെ മൊത്തം ഇങ്ങനെ റീൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റേ എളുപ്പത്തിൽ ഒരു മന്തി ഉണ്ടാകുന്നത്, ആ റീൽ മൊത്തം കുക്കിംഗ് വീഡിയോസ് ഞാൻ കാണാറേ ഇല്ല. റീൽസ്, നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന റീലിനകത്ത് ഭയങ്കരമായ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഞാൻ രാവിലെ നമ്മളിപ്പോൾ ഓപ്പോസിറ്റിലെ ബേക്കറി പോയി അവിടെ 2 മുട്ടയും ഒരു ഏത്തപ്പഴവും കഴിക്കുന്ന ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരെ കാണാം. കഴിഞ്ഞ ദിവസം റീൽ കണ്ടു, ഏത്തപ്പഴം കഴിക്കുന്നുണ്ടോ, നാശമാണ്. ഭയങ്കര ഷുഗർ ആണെന്ന്, അതായത് ഗ്ലൈക്കമിക് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. പെട്ടെന്ന് കഴിക്കാൻ പാടില്ല, അത് പുഴുങ്ങിയ മാംഗോ കഴിക്കാൻ പാടില്ല, മാംഗോ പ്രശ്നമാണ്. പക്ഷേ മുമ്പൊക്കെ പറഞ്ഞത് സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാതൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നല്ല എൻ്റെ അഭിപ്രായം. അത് കഴിച്ച് നമ്മൾ ബാലൻസ് ചെയ്യണം. അത് എത്രയാണോ വേണ്ടത് അത്ര കഴിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര കഴിച്ചു പോയി, എന്തോ മഹാപാപമല്ല. അപ്പോൾ നമ്മൾ ചെയ്യണം, അത് വേറെ അടുത്ത് കോമ്പൻസേറ്റ് ചെയ്യണം, ചോറിൽ കോമ്പൻസേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ല, ഈ ഷുഗർ കട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്നല്ലോ ന്യൂ ഇയറിന്, എങ്ങനെ പോകുന്നു? ഷുഗർ കട്ട് ഞാൻ വിജയകരമായി പോകുന്ന എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഞാൻ അതായത് ചായയും കാപ്പിയും കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇടില്ല എന്നുള്ളത് തീരുമാനം, ചോറ് ഉച്ചയ്ക്ക് മാത്രം കുറച്ച് കഴിക്കാന്നൊരു തീരുമാനം. ഞാൻ കഴിഞ്ഞ ഒരു 10-40 വർഷക്കാലം രാത്രി ചോറുണ്ടോണ്ടിരുന്ന മനുഷ്യനാണ്. അത് ഒറ്റയടിക്ക് പൂർണ്ണമായും നിർത്തി, രാത്രി ചോറുന്ന പരിപാടി നിർത്തി. എൻ്റെ ഒരു 4-5 കിലോ ആ നിലയ്ക്ക് കുറച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താണ്, ലഡു, ജിലേബി, പായസം, ഐസ്ക്രീം, അത് സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അത് ഒരു ഭയങ്കര പാടാണ്, നമ്മൾ ഇത്രയും കാലം ശീലിച്ച ഒരു സംഗതി മറികടക്കാൻ കുറച്ച് പാടാണ്. ബട്ട് ഞാൻ പ്രയാസപ്പെട്ട് തന്നെ മറികടന്നു. ഇലയുടെ കഴിക്കും. ഞാൻ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടിയിരിക്കുമ്പോൾ ചില ആൾക്കാർ ചായ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലഡു ഒക്കെ കൊടുക്കുമ്പോൾ, അയ്യോ വേണ്ട എനിക്ക് മധുരം ഇല്ല, ഞാൻ മധുരം ഒഴിവാക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു ദിവസം കഴിച്ചു നിർത്തിയിട്ട് ഒന്നും വരില്ല, കഴിക്കുമ്പോൾ ഞാൻ വയ്ക്കാം. ഒരു മനുഷ്യൻ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ തീരുമാനം എടുക്കണേ. ഒരു ദിവസം കഴിച്ചിട്ട് കുഴപ്പമില്ല, അല്ല ഞാൻ പറഞ്ഞതാ, ഒരു മനുഷ്യൻ ആ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ സഹജീവി സ്നേഹം കാണിക്കണം, ആ മനുഷ്യനെ അതിൽ നിൽക്കാൻ പ്രേരിപ്പിക്കണം. അല്ലാതെ ഇച്ചിരി കഴിക്കുന്ന മധുരം കൊടുക്കാന്നുള്ളത് നമ്മുടെ കൾച്ചറിൽ സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പം മധുരം കഴിപ്പിക്കുന്നത് സ്നേഹമാണ്, ദോഷം കൊണ്ട് ചെയ്യുന്നത്. പല ആളുകളോട് പറയും, നിങ്ങൾ ആ മനുഷ്യനെ എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്താണെന്നറിയില്ല, എന്നെ ആൾക്കാർ ഡെയിലി നിർബന്ധിക്കും. അതെ, ഈ ഞാൻ നമ്മുടെ വിരാട് കോഹ്ലിയുടെ വൈഫ് ഉണ്ടല്ലോ അനുഷ്ക പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാത്രി ഡിന്നറിന്റെ സമയം എന്തോ ഒരു ഇന്റർവ്യൂലോ മറ്റോ ചോദിക്കുകയാണ്, ഞാൻ ഈവനിങ് 5 മണിക്കുള്ളിൽ രാത്രിയിലെ ഡിന്നർ കഴിക്കുമെന്ന് പറഞ്ഞു. നല്ല ശീലമാണ്. രാത്രി വിശക്കില്ലേ?
അതാണ് ഞാൻ പറയാം. അപ്പൊ നമ്മൾ രാത്രി എത്ര മണിക്ക് കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഈ ഭക്ഷണം പോലെ തന്നെ ഫിറ്റ്നസ്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം. ഉറങ്ങിയില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് കഴിച്ചില്ല അതുകൊണ്ട് കാര്യമില്ല. ഉറക്കം നമ്മുടെ ബോഡി ഇത് എന്താണ് റിട്രൈവ് ചെയ്യാൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ശരിക്കും മസിൽ മോശമാവുമായിരുന്നു വർക്കൗട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഈ ബോളിവുഡ് താരങ്ങളൊക്കെ അത് തിരികെ വളരണമെങ്കിൽ ഉറങ്ങണം. ബോളിവുഡ് താരങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര പേയ്മെന്റ് വാങ്ങിക്കുന്ന നടിമാർ, സൂപ്പർ താരങ്ങളില്ലേ, അവർ പ്രത്യേകതരം ജീവിതമാണ് ജീവിക്കുന്നത്. അത് അവർക്ക് അവരുടെ ശരീരമാണ് അവരുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റ്. അത് നിലനിർത്താൻ വേണ്ടി അവർ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കും. അത്രയും നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതായത് ശില്പ ഷെട്ടിയൊക്കെ ജീവിക്കുമ്പോൾ അതാണ്. അതുപോലെ ഞാൻ മമ്മൂട്ടി ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കേട്ടിട്ടുണ്ട് മമ്മൂട്ടി ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണ്. നമ്മൾ ഹെൽത്തി ആയിരിക്കുക. അത് 5 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. 6 മണി ആയാലും എന്താ കുഴപ്പം? 7 മണിക്ക് മുമ്പ് വേണം കഴിക്കാൻ, പ്രശ്നമൊന്നുമില്ല. ആരോഗ്യത്തിന് 3 രീതിയുണ്ട്. ഒന്ന് ഹെൽത്തി ആയിരിക്കുക, ഒന്ന് ഫിറ്റ് ആയിരിക്കുക, 3 അത്ലറ്റിക് ആയിരിക്കുക. അത്ലറ്റിക് ആയിരിക്കണെ പറ്റി ഇതിൽ പലരുടെയും പ്രശ്നം പറയുന്നത് വയറാണ്, കുടവയറാണ്. അതൊരു വലിയ പ്രശ്നം. അതാണ് ഇപ്പൊ എന്റെ മെയിൻ പ്രശ്നം. അതേ ഉള്ളൂ. അതായത് ആളുകൾ ചെയ്താലും ഡയറ്റ് ചെയ്താലും കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് വയറ് കുറയ്ക്കാനായിട്ടൊന്നും ഒരു എക്സസൈസ് വയറ് കുറയ്ക്കണമെങ്കിൽ ടോട്ടൽ ബോഡി ഫാറ്റ് പറ്റൂ. അതിന് നടന്നിട്ടോ നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ നടക്കുന്ന കുറെ ആളുകൾ നടക്കുകയും ചെയ്യും. പക്ഷെ ഞാനൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഈ കുറച്ചൊരു പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന മുട്ട തേയ്മാനമൊക്കെ ഉണ്ടാകും. സത്യമാണോ? ഞാൻ പറയട്ടെ, ഈ നടപ്പ് എന്ന് പറയുന്നത് ഇതാണ്, കാർഡിയോ വർക്കൗട്ടാണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് ഗുണം കിട്ടുന്ന ഒരേ ഒരു അവയവം നമ്മുടെ ഹൃദയത്തിനാണ്. പിന്നെ നമ്മൾ ബ്ലഡ് ഫ്ലോ കൂടും എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാറ്റ് പോവില്ലേ, റെഡ്യൂസ് ആവില്ലേ? ചുമ്മാ വെറുതെയാണ്. ഞാൻ നടക്കുന്നില്ല. ഫാറ്റ് പോണെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഡയറ്റ് ചെയ്യണം. വർക്കൗട്ട് ചെയ്താലും ഫാറ്റ് പോകുന്നില്ല, ഡയറ്റ് ചെയ്യണം. രണ്ടും കൂടെ വേണം. ഡയറ്റ് പ്ലസ് വർക്കൗട്ട് വേണം. നമ്മുടെ ഈ അതായത് 5 വർഷം നടന്നിട്ടുള്ള ആളാണ്. എനിക്ക് 1 കിലോ പോലും കുറഞ്ഞിട്ടില്ല. 5 വർഷം പോരാ, നല്ല സ്പീഡ് ഫാസ്റ്റ് വാക്ക് വേണം. അല്ല, ഞാൻ പറഞ്ഞ ഈ രണ്ടിന്റെ കോമ്പിനേഷൻ വേണം. കാര്യം എന്താ പറയുക, നമ്മൾ ഈ ഡയറ്റ് ചെയ്തിട്ട് ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്ന് നന്നായിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മസിൽസ് ഉണ്ടാക്കണ്ടേ? അപ്പൊ രണ്ടും കൂടെ ഒരു കോംബോ അല്ലേ? അജിംസിന്റെ പോയിന്റ് വെച്ചാൽ 70-30 ആണ്. 70 നിങ്ങളുടെ പെർസെന്റേജ് വെച്ചാൽ നിങ്ങളുടെ ഡയറ്റ് എടുക്കണം. ഡയറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നതിനാണ്. വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ മസിൽസ് പൊട്ടിക്കുകയാണ്. നിലവിലുള്ള മസിൽ ഇങ്ങനെ പിഞ്ഞി പൊട്ടുവാണ്. പൊട്ടിയിട്ട് അത് കൂടി ചേരുമ്പോഴാണ് ഇത് ഗ്രോത്ത് ആവുന്നത്. മനസ്സിലുണ്ടോ? ആ ഗ്രോത്ത് ആവാനാണ് ഡയറ്റ്. അതിനാണ് പ്രോട്ടീൻ ഒക്കെ ചെല്ലേണ്ടത്. കേട്ടോ ദിവ്യ, 1.5 പ്ലേറ്റ് ചോറും പിന്നെ ബോളിയും അതിനകത്ത് പഞ്ചസാര കലക്കി കഴിച്ചിട്ട് 20 മിനിറ്റ് നടന്നാ തീരുമെന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ട്രെയിനിങ് ആണ് ഏറ്റവും നല്ലത്. മസിൽ ഗ്രോത്ത് ആവും, വെയിറ്റ് ട്രെയിനിങ് ആണ്. മലയാളികൾ പൊതുവെ ഭയങ്കരമായ ആരോഗ്യ ബോധമുള്ള മനുഷ്യന്മാരായിട്ട് മാറുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് അത് വെച്ചാൽ ഇപ്പം ഷുഗർ ഒഴിവാക്കുക എന്നുള്ള ഒരു ട്രെൻഡിന്റെ ഭാഗമായി ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ഉള്ള മനുഷ്യരായി. കാരണം എന്താണ്, നമ്മുടെ ഒരു കൾച്ചർ എന്ന് വെച്ചാൽ, ഇന്ത്യൻ കൾച്ചർ, കേരള കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ അത്ര ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുന്നവരല്ല. ഈ ചോറ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ, മധുരം ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ, സദ്യ എന്ന് പറയുന്ന സംഗതി കൊണ്ടു നടക്കുന്ന ആൾക്കാർ. അത് നമ്മളെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഷുഗർ പേഷ്യൻസ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുണ്ടാക്കുന്നതിന് കാരണം നമ്മുടെ ജീവിതക്രമവും നമ്മുടെ ഭക്ഷണക്രമമാണ്. അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടതുണ്ടെന്ന് മനുഷ്യന്മാർ വിചാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിൽ ഒരുപാട് ദൂരം മുന്നോട്ട് വൻ മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഫുഡ് ഐറ്റംസ് അല്ല, അതായത് പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ് എല്ലാം ഹെൽത്തി ഫുഡ്സ് ആണ്. നമ്മൾ നോക്കിയറിയാം, അതിൽ പ്രത്യേകമായി അതിന്റെ കാലറി രേഖപ്പെടുത്തുന്നു, അതിൽ എന്തുള്ളതാണെന്ന് പറയുന്നു. ഷുഗർലെസ് ആണ്. ബിസ്ക്കറ്റിന്റെ റാക്ക് നോക്ക്, അതിൽ നോ ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇഷ്ടം പോലെ ബിസ്ക്കറ്റുകൾ അവൈലബിൾ ആണ്. മുമ്പ് അതുണ്ടായിരുന്നില്ല. അതുപോലെ ബ്രെഡ് ഇപ്പൊ എല്ലാ വീറ്റ് ബ്രെഡും ഉണ്ട്. അതിനാണ് ഇപ്പൊ മാർക്കറ്റ് കൂടുതൽ. അവിടെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ കോള ഉണ്ടല്ലോ, അതിൽ പോലും ഡയറ്റ് കോളയുണ്ട്. കോളയുണ്ട്. എല്ലാം വാങ്ങിച്ചു കഴിച്ചു ഒരു ഡയറ്റ് കോള പ്ലീസ്. നമ്മുടെ ഓപ്പോസിറ്റ് കടയിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി വീട്ടിൽ പോയി കുറച്ച് ചോറ് കഴിച്ചോളാം. ഈ ഷുഗറിനെ പോലെ തന്നെ ഏറ്റവും വലിയ വില ഓയിൽ ഫ്രൈഡ് തിങ്സ് അല്ലേ? ഓയിൽ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ പൊതുവെ എനിക്കൊന്ന് എത്ര മലയാളി ഈ ഇതിലൊക്കെ മാറി പറഞ്ഞാൽ ഒരു എണ്ണക്കടി കഴിക്കുക എന്നുള്ളത്. ഞാനൊരു എണ്ണക്കടി കഴിച്ചിട്ട് 6 മാസമായി. അതെയോ? കൺഗ്രാറ്റുലേഷൻ. നല്ലൊരു കാര്യമാണ്, ഒഴിവാക്കുന്നത് നല്ല കാര്യമാണ്. എണ്ണക്കടി ഭയങ്കരമായിട്ടൊരു നമ്മളെ യൂസ് ചെയ്ത എണ്ണ തന്നെ വീണ്ടും 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 യൂസ് ചെയ്യുന്നുള്ളത് വെരി ഡേഞ്ചർ. എണ്ണ തന്നെ എത്ര നല്ല എണ്ണയായാലും കുറച്ച് സ്ഥിരമായി എണ്ണക്കടി കഴിക്കുന്നത് അപകടമാണ്. ചില ആൾക്കാർക്ക് ബേസിക് ആയിട്ട് ചെയ്യണമായിട്ട് നോ യുവർ ഫുഡ്. നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ChatGPT വയ്ക്കുക, ഇതിലെന്തൊക്കെയുണ്ട്, എത്ര അളവുണ്ട്, ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മണി ഒരു വളരെ എളുപ്പം. ഇന്നത്തെ കാലത്തൊക്കെ ഇത്രയും കാര്യമുള്ളൂ.
കേട്ടില്ല, ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെ, ഈ ഇപ്പൊ ഭയങ്കര മാർക്കറ്റിംഗ് രീതിയിൽ കാണുന്ന ഈ ചിയ സീഡ് രാവിലെ കഴിച്ചാൽ ഇതാണ് ഗുണം, പിന്നെ ഹാലിം സീഡ്, ആ സീഡ്, ഈ സീഡ് എന്ന് പറഞ്ഞ പല പംകിൻ സീഡ്. ചിയ സീഡിനെ പറ്റി ഞാൻ അല്ല ഈ സീഡ്സ് കഴിക്കുന്നതും ചിയ സീഡ് കഴിക്കുന്നതും രണ്ട് പർപ്പസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. സീഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ ഉണ്ട്, നല്ലതാണ്. ചിയ സീഡ് കഴിക്കുന്നത് ഫൈബറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ വെറും വയറ്റിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ കാരണം നമ്മുടെ ഈ ഫിറ്റ്നസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗട്ട് ഹെൽത്ത്, നമ്മുടെ ആമാശയത്തിൻ്റെ ഹെൽത്ത്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഈ ചിയ സീഡ് കഴിക്കുന്നതുവരെ എനിക്ക് അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. അസിഡിറ്റി പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നപ്പോഴാന്ന് വെച്ചാൽ ഞാൻ തൊണ്ട എപ്പോഴും ഇങ്ങനെ കാണിക്കും. അപ്പോൾ എൻ്റെ വിചാരം എനിക്ക് ENT പ്രശ്നമാണെന്നാണ്. ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ പ്രശ്നം ഗട്ട്സ് ആണ്, അതായത് അസിഡിറ്റി മുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് അസ്വസ്ഥത വരുന്നത്. അപ്പോഴാണ് ഞാനത് പരിഹരിക്കാൻ. ഇപ്പോൾ എനിക്ക് അസിഡിറ്റി ഗോൺ, ഒരു പ്രശ്നമില്ല. അതായത് അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ജെല്ലി മാതിരി ഇരിക്കുക. ഇത് നമ്മുടെ ആമാശയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയ ഭിത്തിയിൽ അതൊരു ജെല്ലി മാതിരി കോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വരുന്ന ഇതിനെ എൻസൈംസിനെ റെഗുലേറ്റ് ചെയ്യും. അല്ലാതെ വെറും വയറ്റിൽ കഴിക്കണം രാവിലെ തന്നെ, വെറും വയറ്റിലാണ് കഴിക്കുന്നത്. വീട്ടിലെ 2 മാസം മുമ്പ് മേടിച്ച കുപ്പി അതുപോലെ ഇരിപ്പുണ്ട്, കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ അതങ്ങ് പിന്നെ സോക്ക് ചെയ്തിട്ട് അങ്ങ് ഇരട്ടിയായിട്ട് നിൽക്കും അല്ലേ രാവിലെ ആകുമ്പോഴത്തേക്കും. നമ്മുടെ കസ്കസ് പോലെ ഇരിക്കും. ആക്ച്വലി കസ്കസ് അല്ലല്ലേ, കസ്കസിന്റെ വേറൊരു വർഗ്ഗത്തിൽപ്പെട്ട സാധനമാണ് ചിയ സീഡ്. ദിവ്യ ഇപ്പൊ ചോദിച്ചെന്തറിയാവോ, ഇതിപ്പോ എപ്പോ കഴിക്കണം? 2-3 ദോശ കഴിച്ചിട്ട് അതിന്റെ കൂടെ കഴിച്ചാൽ മതിയോ? ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫ്രഷ് തമാശയായിരുന്നു. ഇപ്പൊ അല്ലല്ലോ, എന്നിട്ട് എന്താ ചിരിച്ചത്? നിങ്ങളെല്ലാം ഒരു വേവ് ലെങ്ത് ആണ്, മനസ്സിലായില്ലേ, ഒരേ കാലത്ത്. എന്തായാലും ഇപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗട്ട് ഹെൽത്ത് വളരെ പ്രധാനമാണ്. ഈ ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ ദഹനം ശരിയാവും. ദഹനം ശരിയല്ലെങ്കിൽ നമ്മൾ രാവിലെ വിശക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കുത്തിക്കയറ്റും. ഇതാണ് നമുക്ക് വിസറൽ ഫാറ്റായിട്ട് മാറും. പിന്നീട് വിസറൽ ഫാറ്റാണ് ദിവ്യ നേരിടുന്ന പ്രശ്നം. വിസറൽ ഫാറ്റ് നമ്മുടെ പുറത്ത് കാണില്ല, അത് പുറത്ത് കാണില്ല. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ഫാറ്റ് കുമിഞ്ഞു കൂടും. അപ്പോൾ നമുക്കിങ്ങനെ വയറിങ്ങനെ ഒട്ടിക്കാൻ കഴിയില്ല. നമുക്ക് തന്നെ ട്രൈ ആവുന്ന വയർ ഒട്ടണം. നമ്മൾ ആക്ച്വലി നമ്മുടെ വയറ്റിലൊന്നുമില്ല, വയർ ഒട്ടണം. ഈ വയർ ഒട്ടണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അകത്ത് ഫാറ്റ് ഉള്ളതുകൊണ്ടാണ്. അത് ലോസ് ആക്കാൻ ലോകത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഡയറ്റ് ചെയ്യുക. അത് നമുക്ക് 2000 കാലറിയാണ് ഒരു ദിവസം വേണ്ടതെങ്കിൽ അത് 1500 കുറയ്ക്കുക. ഇനി കാലറി എങ്ങനെ കൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു, ഫോട്ടോ എടുത്ത് ChatGPT ചോദിക്കുക ഇതിൽ എത്ര കാലറി ഉണ്ട്. അജിംസിന്റെ ഒക്കെ ChatGPT മരണപ്പണിയാ ഒരു ദിവസം. എനിക്ക് മടുത്തു ഇയാൾക്ക് മറുപടി പറഞ്ഞു കൊടുത്ത്. ഇയാൾക്കൊന്ന് തിന്നാതിരുന്നൂടെ? ChatGPT ഒരു കുഴപ്പമുണ്ട്. ഇത് അതായത് ഞാനിപ്പോൾ ഒരു സുഖിയൻ കഴിക്കാൻ ആലോചിക്കുന്നു, ഇന്നൊരു ദിവസം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു 5 പോയിന്റ് തരൂ. ധൈര്യമായി കഴിച്ചു, ഇന്നൊരു ദിവസം കഴിച്ചു, ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ സ്ഥാപിക്കുന്ന 5 പോയിന്റ് തമ്മിലുള്ള പ്രശ്നം പറയാം. ChatGPT പറയും നമ്മൾ ഇത് ഞാൻ കഴിച്ചോട്ടെ, ആർ യു സീരിയസ് എന്ന് ചോദിക്കും. ലോകം എന്താ പറയാ, കഴിക്കളിയാന്ന്. നമ്മളൊരു മൂഡ് മനസ്സിലാക്കിയിട്ട് താങ്ങിത്തരും. ChatGPT കുറച്ചുകൂടെ ആ കാര്യത്തിൽ നമ്മളെ ഒന്ന് ഉപദേശിക്കും. ഹെൽത്ത് ഒക്കെ ChatGPT പറഞ്ഞു ചെയ്യണ്ടാണോ? അല്ല, നമുക്കിപ്പോ തൽക്കാലം വേറെ ആരോട് ചോദിക്കാനില്ലല്ലോ അല്ലേ? ChatGPTക്ക് ആ നിലക്കുള്ള നമുക്കിപ്പോൾ നമ്മളൊരു എന്താണ് ഒരു ലാബിൽ പോയി നമ്മളൊരു ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റിന് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ChatGPT കൊടുത്താൽ മൊത്തം റീഡ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും തരത്തിലുള്ള എന്താണ് കൂടുതലുണ്ടോ, ഹൈസ് ഉണ്ടോ, കുറവുണ്ടോ, അതെല്ലാം പുള്ളി കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരും. അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് കൃത്യമായിട്ട് ഇതാണ് പ്രശ്നം. ഡോക്ടർ കാണണം, നമുക്ക് മനസ്സിലാവാൻ. നിങ്ങൾ ഒരിക്കലും ഡോക്ടറെ കണ്ട് ഞാൻ ChatGPTയോട് ചോദിച്ചിരുന്നു എന്ന് പറയരുത്. പണ്ട് ഗൂഗിളായിരുന്നു ഡോക്ടർമാരുടെ ശത്രു. സീരിയസ്ലി അനുഭവമുണ്ട്. നിനക്ക് മരുന്നൂടെ അവിടെ മേടിച്ചുകൂടായിരുന്നു ചോദിച്ചു. അല്ല, സത്യം, പണ്ട് ഗൂഗിളായിരുന്നു ഡോക്ടർമാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ അതെ, ഇത് എല്ലാ ആളുകളും. എനിക്ക് ഒരിക്കൽ ഒരു എന്താണ് ഭയങ്കരമായി ഈ പോസ്റ്റിൽ വേദന എടുത്തിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി, ഒരു സീനിയർ ഡോക്ടറെ കാണാൻ പോയത്. കിഡ്നിക്ക് എന്തോ പ്രശ്നമാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ അകത്തെന്തോ പെയിൻ എടുക്കുന്നുണ്ട് തോന്നുന്നു. അകത്തുള്ള ഈ ഭാഗത്തുള്ള എന്താണ് നമ്മൾ സെർച്ച് കണ്ടുപിടിക്കുന്നത് കിഡ്നിയാണ്. അപ്പൊ ഡോക്ടറെ കാണാൻ പോയി. ഈ അപ്പോൾ ഡോക്ടറിനോട് ശരീരം അനക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അനക്കിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് മസിലിൽ എന്തോ ഇഷ്യൂ ആണ്, കാരണം അനങ്ങുമ്പോഴാണ് വേദന എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫുണ്ട്, അവള് ചോദിച്ചു ഡോക്ടർ അല്ല ഒരു കുഴപ്പമില്ലെന്ന് നമ്മൾ ഒരു ടെസ്റ്റിംഗിൽ നടത്താതെ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ എല്ലാത്തിനകത്തും കുറച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കുക, എല്ലാവരുടെയും കൃത്യം മീറ്ററിലൊന്നും ഉണ്ടാവുക. അതിനെല്ലാം വേണമെങ്കിൽ കുറേ മരുന്ന് എഴുതാൻ താഴെ ഞങ്ങളുടെ തന്നെ ഫാർമസികൾ അവിടെ നിങ്ങൾ മേടിക്കുകയും ചെയ്യും.
അയാൾ വളരെ ജെന്യൂൻ കക്ഷിയാണ്. അതിന്റെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. വേണം നടത്താൻ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഘടകം അതിനകത്തുണ്ട്. എന്നിട്ട് അത് ഇങ്ങനെ വേദന എങ്ങനെ പോയി? പിന്നെ അല്ല, വേദന പുള്ളി വർക്കൗട്ട് ചെയ്യാൻ സൈക്കിൾ ചവിട്ടോ അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കോ അല്ലെങ്കിൽ ശരീരം അനങ്ങൂ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കണ്ട എല്ലാവരും വർക്കൗട്ട് ചെയ്യാൻ നടക്കുകയോ വർക്കൗട്ട് ചെയ്യാറുണ്ടോ? അപ്പോ നടക്കും, എല്ലാ ദിവസവും നടക്കും. ദിവ്യ എന്തെങ്കിലും ഞാനോ കായികപരമായി ആലോചിക്കണം. അല്ല ഇതുവരെ ചെയ്തില്ല, നടക്കുക അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കായിക ജോലി ഇതാണ്, ആ പ്രോംപ്റ്ററിന്റെ സാധനമില്ല, അതിങ്ങനെ നീക്കും പ്രധാന വാർത്തകൾ അതിലാണ്. ജിമ്മിൽ പോയിട്ടുണ്ടല്ലേ? ജിമ്മിൽ പോയിട്ടുണ്ട്, ഒരു 3 മാസത്തോളം പോയിട്ടുണ്ട്. അതെനിക്ക് പറയുന്നത് പോലെ ഒരു സർജറി കഴിഞ്ഞിട്ട് കാലിൽ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്ന് മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ആവാൻ എക്സസൈസ് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം, ഒന്നുകിൽ ഫിസിയോതെറാപ്പി അഥവാ ജിമ്മിൽ പോയി വർക്ക്ഔട്ട്. അങ്ങനെ ഞാൻ 3 മാസം പോയി. പിന്നെ കഴിഞ്ഞപ്പോ പിന്നെ നമ്മളത് നിർത്തി. പിന്നെ നമ്മളത് നിർത്തി. നമ്മൾ രാവിലെ എണീക്കാൻ വയ്യ, അല്ലെങ്കിൽ ജിമ്മിൽ പോവാൻ വയ്യ. എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. അപ്പൊ ഞാനല്ല പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മള് ഒരു എന്താണ് ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ മൊത്തം ലൈഫിനെ സ്വാധീനിക്കും. നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി, മൂഡ് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. നമ്മൾ ജിമ്മിൽ പോയി തുടങ്ങിയാലേ നമ്മൾ ഭക്ഷണം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടോ? ഡയറ്റ് ഈ പറയുന്നത് പോലെയുള്ള ഫുഡ് ഡയറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യൽ ഒത്തിരി റിസ്കി പ്രശ്നമാണല്ലോ. എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഈസി അല്ലല്ലോ ഈ പറയുന്ന പോലെയുള്ള സാധനങ്ങൾ കിട്ടുക. അല്ലേ? എന്റെ വീട്ടില് വെജിറ്റേറിയൻ അപ്പൊ എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അതുണ്ട്. പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ് എടുക്കാം, നമുക്ക് പറ്റില്ലേ? ഈ അജിംസ് ഇപ്പൊ പറഞ്ഞില്ലേ മൂഡ് റെഗുലേറ്റ് ചെയ്യുക, ഒക്കെ സത്യമാണ് കേട്ടോ. കാരണം ഈ അടുത്ത് അജിംസ് 0 അവർ വായിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുമല്ലോ. അപ്പൊ ഇടയ്ക്ക് പറയാ അജിംസ് നല്ലോണം മാറിയിരിക്കുന്നു കേട്ടോ. ഇപ്പൊ എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം. ഞാനത് ശരിയാണല്ലേ ഈ വർക്കൗട്ട് ചെയ്ത് നോക്കാം. മൂഡ് റെഗുലേറ്റ്. വർക്കൗട്ട് മാത്രമല്ല, ഉറക്കം. ഞാനിപ്പോ ഒരു 7-8 മണിക്കൂർ ഉറങ്ങുന്ന ആളാണ്. എനിക്ക് ഉറക്കം മസ്റ്റാണ്. ആ ഉറക്കത്തിൽ എനിക്ക് ഒരു 10:30 മുതൽ ഒരു 2:30 വരെ ഒരു ഡീപ്പ് സ്ലീപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വരും. എനിക്ക് ഉറക്കം കിട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ തലമുറ, നമ്മുടെ കാലത്തല്ല, ഇന്നത്തെ തലമുറയുടെ പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഉറക്കം. എനിക്ക് ഉറക്കം കിട്ടാറില്ല. കിട്ടുന്നില്ലേ? ഓവർ തിങ്കിങ് കുറച്ച് എൻ്റെ അടുത്ത് അധികം ഉണ്ട്. ഉണ്ടോ? എന്തോ തിങ്ക് ചെയ്യുന്നു അറിയില്ല. എന്തെങ്കിലും ഇങ്ങനെ കാട് കയറി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് ഉഗാണ്ടയുടെ തലസ്ഥാനം ഏതാണ് അല്ല അതൊന്നും നോക്കാറില്ല. വേറെന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലേ? ഡെയിലി ഒരേ വിഷയം അതിവിടെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഉറക്കം കിട്ടുന്നില്ല. എന്ത് ചെയ്യാ? എനിക്കൊരു ആ പ്രശ്നം പരിഹരിക്കാതെ ഉറക്കം കിട്ടത്തില്ല. എന്തോ ഒരു കോർ ഇഷ്യൂ ഉണ്ടല്ലേ? പ്രശ്നം പരിഹരിക്കണം, അതും ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാനമാണ്. ആരോഗ്യം അല്ലെ പിന്നെ മറ്റുള്ള സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാന്നുള്ളൂ. അയ്യോ അല്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യാൻ നോക്കും? വർക്കൗട്ട് ചെയ്താൽ ഉറങ്ങി പോകും. നല്ല ക്ഷീണം. അതൊരു ശരിയാണ് കേട്ടോ. നമ്മൾ ജോലി കഴിഞ്ഞു പിന്നെ ജിമ്മിൽ പോകുന്നു, അപ്പൊ പിന്നെ നമുക്ക് ചിന്തിക്കാനോ ഒന്ന് ശരീരം അങ്ങ് ക്ഷീണിച്ചങ്ങ് ഉറങ്ങും. കുട്ടികളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇല്ല കാര്യം എന്താ പറയുക, നമ്മൾ അധികം ഒരു ദിവസം കുറച്ചധികം ജോലി, ഇപ്പൊ ഓഫീസ് തന്നെ ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിയുന്നതാണ്. അപ്പൊ ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ അലഞ്ഞ് നടന്ന് കുറെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അപ്പൊ മിക്കവാറും രാത്രി 10 മണിയൊന്നുമില്ല, ഒരു 9:30 ആവുമ്പോഴായിരുന്നു. ഉറക്കം എപ്പോഴെങ്കിലും ഉറങ്ങിയാൽ മതി, പകലുറങ്ങാറുണ്ടല്ലോ. എപ്പോഴെങ്കിലും ഉറങ്ങിയാൽ പോരാ. മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോയി ഉറങ്ങാറുണ്ട്. 10:30ക്കും 2:30ക്കും ഇടയിൽ നമ്മൾ ഡീപ് സ്ലീപ്പിൽ പോകണം. ബാക്കി പിന്നെ നിങ്ങൾ എത്ര നേരത്തെ ഇരുന്നിട്ട് കുഴപ്പമില്ല, നേരത്തെ ഉറങ്ങാന്നുള്ളതാണ്. അതായത് ഈ മൊത്തം 8 മണിക്കൂർ 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം. അതിനിടയ്ക്ക് ഒരു 2-3 മണിക്കൂർ എങ്ങാണ്ട് കംപ്ലീറ്റ് ഡീപ് സ്ലീപ്പ് കിട്ടണം. അത് കിട്ടിയിട്ടില്ല, അത് കിട്ടാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മറ്റേ ആ ഹെൽത്ത് ബാൻഡ് കിട്ടുമല്ലോ, കിട്ടുന്ന ആൾക്കാരെ കണ്ടില്ല, 2 വാച്ച് പോലെ, ഒന്ന് ഹെൽത്ത് ബാൻഡാണ്. ആ ഹെൽത്ത് ബാൻഡിന് നമ്മുടെ ഉറക്കത്തിന്റെ ആഴം അളക്കാൻ പറ്റും. മറ്റേ നഗുലിന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കുന്ന പോലെ ഇതിന് പറ്റും. എന്നിട്ട് നമുക്ക് എത്ര ഡീപ്പ് സ്ലീപ്പ് കിട്ടി, നമ്മൾ എന്തുമാത്രം സ്ട്രെസ് ഉണ്ടെന്നെല്ലാം അതിന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നോക്കിയിട്ട് വേണം നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സീരിയസ് അല്ല, നമുക്ക് അത്ര നമ്മുടെ ആരോഗ്യം അത്ര പക്കയല്ല. ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് പ്രധാന സംഗതിയാണ്. ഉറങ്ങാൻ പറ്റാത്തൊരു ടെസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് ഓരോരുത്തരുടെ നേച്ചർ ആണല്ലോ, ഈ ഓവർ തിങ്കിങ് നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അല്ല, ഞാൻ അത് ശീലിച്ചാണ് ഭയങ്കര പ്രശ്നമാണത്. പറ്റണില്ല. നമ്മുടെ മാനസികാരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കും. എല്ലാത്തിലും നമ്മൾ ഉറങ്ങാതെ നമ്മൾ ഡിസിഷൻ എടുത്ത് നോക്കിയാൽ തെറ്റിപ്പോകും. അല്ല, മാനസികാരോഗ്യം പ്രധാനമാണ്. മാനസികാരോഗ്യം മോശമായി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശാരീരിക മോശമായി തുടങ്ങും. കോർ ഇഷ്യൂ ഉണ്ട്, പരിഹരിച്ചോട്ടോ. സത്യമാണ് ദിവ്യ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് 1.5 മണിക്കൂറൊക്കെ കഴിയണമെന്ന് ഉറക്കം വരണം. വീട്ടിലിപ്പുറത്ത് കിടക്കുന്ന ഹസ്ബൻഡ് ഉണ്ടല്ലോ, കിടന്ന് അതേ എന്ന് പറയുമ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. എന്റെ ഉറക്കം വീണ്ടും പോകും. എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ വിഷയമായിരിക്കില്ല നാളെ. ഓരോ ദിവസവും ഫ്രഷ്
ഇടയ്ക്ക് മറ്റേ EU നമ്മുടെ ഇന്ത്യ കരാർ വരെ ചിലപ്പോൾ ആലോചിച്ചിരിക്കും. അതാണ് അവസ്ഥ. ഇതൊരു ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നമാണ്. അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയാം. എനിക്ക് തലക്കസുഖമാണെന്ന് വീട്ടിൽ എനിക്ക് തലക്കസുഖമാണെന്ന് പറയും. നിനക്ക് ഉറക്കം കിട്ടാത്ത കുശുമ്പ് അസൂയ ഇതൊക്കെ കൊണ്ടാണെന്ന് പറയൂ. തലയ്ക്ക് അസുഖമാണെന്ന് ആൾക്കാർ അസുഖമല്ലേ അത്? മനുഷ്യന് ഡിപ്രഷൻ ഉണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക, ആങ്സൈറ്റി ഉണ്ടാവുക, ഇതൊക്കെ എന്തോ തരത്തിലുള്ള കളിയാക്കപ്പെടുന്ന സംഗതിയാണ്. എല്ലാരും എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ആങ്സൈറ്റി, എനിക്ക് ആങ്സൈറ്റി ഉള്ള ആളാണ്. ആങ്സൈറ്റി ഒരു പ്രശ്നമാണ്. ആങ്സൈറ്റി നമ്മൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ട കാര്യമാണ്. അല്ല നമുക്കൊരു തമാശയല്ല. ആ സുഹൃത്തിനോട് പറഞ്ഞാൽ പരിഹരിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾക്കത് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആങ്സൈറ്റിക്കും ഡിപ്രഷനും സ്ട്രെസ്സിനും എല്ലാം പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. പണ്ടത്തെ കാലത്തായിരുന്നു എന്ത് ആങ്സൈറ്റി, എന്ത് സ്ട്രെസ്, അവന് തിന്നിട്ട് എല്ലാം ഇട്ടാന്ന് ആൾക്കാർ കളിയാക്കും. ഇപ്പം അങ്ങനല്ല. ആൾക്കാർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പ്രൊഫഷണൽസിനെ കാണുന്നു, സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ കാണുന്നു, അവരുടെ ഹെൽപ്പ് എടുക്കുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊരു കുഴപ്പമുണ്ട്, നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വി ഹാവ് ടു അതുപോലെ ഡോക്ടറെ കാണണം. ഏറ്റവും നല്ല അത് തന്നെ. കാര്യം നമ്മുടെ ചുറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നതിലും ഭേദം പെട്ടെന്ന് പോയിട്ട് ഒരു ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. അത് ഏതൊരു ഓവർ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നതും ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അതും ഒരു മെന്റൽ ഡിസീസ് തന്നെയാ. അതൊരു മെന്റൽ ഡിസീസ്. നമുക്ക് രണ്ടുപേരും ഒരേ തോണിയിൽ കാല്. ഡോക്ടറെ കാണേണ്ട സമയത്ത് കാണണം. ഡോക്ടറെ കാണാതിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. നമുക്കൊരു സംശയം തോന്നി നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഡോക്ടറെ കാണാനുള്ള പാങ്ങ് നമുക്കുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ള ചെയ്യേണ്ട കാര്യം. ഡോക്ടർ നമ്മളോട് ടെസ്റ്റ് എടുക്കാൻ പറയുന്നു. ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. എന്നോട് ഡോക്ടർ കൊളോണോസ്കോപ്പി എടുക്കാൻ പറഞ്ഞു. എനിക്ക് ഗ്യാസ്ട്രിക് പ്രശ്നമായിട്ട് പോയപ്പോൾ. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ മലദ്വാരത്തൂടെ കയറ്റി നോക്കുന്നതാണ്. അത് കുറച്ച് ടഫ് പ്രോസസ് പരിപാടിയാണ്. അപ്പോൾ ഡോക്ടറോട് ഞാൻ വീണ്ടും ചോദിച്ചു നിർബന്ധമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ തോന്നുന്നു, ആൻഡ് 40+ ആയതിനു ശേഷം നോക്കുന്നതാണ് നല്ലത്. കാരണം ആളുകൾക്ക് വലിയ തോതിൽ ഈ പറയുന്ന കോളൻ ക്യാൻസർ വരുന്ന കാലമാണ്. അപ്പോൾ അവനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പേടിച്ചു. പക്ഷെ ആ ടെസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞ് പ്രത്യേകം കണ്ടുപിടിച്ചില്ല. പക്ഷെ അപ്പോൾ അതൊരു ഇനിയൊരു 5 years ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ല പ്രിക്കോഷൻ. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മമ്മൂട്ടിയുടെ അസുഖം ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ്, ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അത് ഈ പ്രായത്തിലാണ്. എത്ര വയസ്സായി? 75 വയസ്സായിട്ടില്ല. മലയാളി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൈസ പോവും, ഷുഗർ നോക്കി, അല്ലെ എൻ്റെ CBC നോക്കി, ഒരു തരത്തിലുള്ള പ്രശ്നം. പൈസ പോയെന്നേ ഒരു കാര്യമില്ല, ഒരു അസുഖമില്ല, ഒരു പ്രശ്നമില്ല. ഡോക്ടർ വെറുതെ പറഞ്ഞു ചെക്ക് ചെയ്യാൻ പറഞ്ഞതാന്ന് പറയും. ഇപ്പം നമ്മൾ കോളൻ ക്യാൻസർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു, സ്ക്രീനിങ് നടത്താൻ പറയുന്നു. ഇപ്പം നോക്കുമ്പോൾ കോളൻ ക്യാൻസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം വൻകുടലിന് നല്ല 1 മീറ്റർ നീളമുണ്ട്, 1 വർഷം നീക്കം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു 5 വർഷം നോക്കാതിരുന്നു, ഡോക്ടർ പണ്ട് നമ്മൾ ചെയ്യാതിരുന്നു. 5 വർഷം കൊണ്ട് എന്ത് ചെയ്യും, അത് കൂടുതൽ മേഖലയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ ഇത്ര പൈസ കൊടുത്ത് ആ സ്ക്രീനിങ് നടത്തുന്നതായിരുന്നോ അതോ ഇതാണ് ലാഭം? ആ ആസ്പെക്റ്റിൽ വേണ്ടത് ആലോചിക്കാൻ. അങ്ങനെ ആൾക്കാർ ആലോചിക്കാറില്ല. ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ദിവ്യ നേരെ പോകുന്നു ലാബിലേക്ക്. ഞാൻ ഇന്ന് മുതൽ തീരുമാനിച്ചു, ഞാൻ ഭയങ്കര ഡയറ്റ് ആയിരിക്കും, ഭയങ്കര വർക്കൗട്ട് ആയിരിക്കും. പക്ഷേ ഈ മലയാളിയുടെ പുതിയ ഈ ആരോഗ്യ അവബോധത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് ആപ്പുകളാണെന്ന് ലഭ്യമായിട്ടുള്ളത്. എല്ലാവരും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വൻതോതിൽ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. ഒന്ന് വർക്കൗട്ട് ആപ്പ്, ഡയറ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ എന്തോരാണ്. സെർച്ച് ചെയ്ത് പോയിട്ട് പാളിപ്പോയി. അല്ലെങ്കിൽ ഏതെങ്കിലും അവസാനത്ത് അറിയാതെ ചുമ്മാ അതിന്റെ കമന്റ് വായിക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ അറിയാതെ പ്രൈസ് അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു, തീർന്നു. നമ്മൾ ഈ അസുഖക്കാരനാണെന്ന് അത് തീരുമാനിക്കുകയും പിന്നെ അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇത്ര സംഗതികൾ. പിന്നെ നമ്മൾ പേടിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ ഈ മുട്ട കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ പ്രോട്ടീനൊക്കെ ഉണ്ടാവും. ഒരു ദിവസം ഒരു മുട്ട കഴിച്ചപ്പോൾ ഈ മുട്ട പഫ്സ് കഴിച്ചാലും ആ പ്രോട്ടീൻ നമുക്ക് കിട്ടൂലേ? മുട്ട പ്രോട്ടീനാണ്, പക്ഷെ അതിന്റെ പുറത്തുള്ള കുറച്ച് സാധനങ്ങൾ മൈദയാണ്. അത് കാലറി ലോഡഡ് ആയിട്ടുള്ള ഒരു സാധനം. എന്തൊക്കെ പറയാലോ, മുട്ട പപ്സ് ഒരു വികാരം. ഇത്രയൊക്കെ വലിയ ആരോഗ്യ അവബോധം ഉണ്ടായിട്ട് നമ്മുടെ ഓപ്പോസിറ്റുള്ള കടയിൽ ഏറ്റവും കൂടുതൽ ട്രെയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് മുട്ട പപ്സ് ആണ്. അതെല്ലാ ദിവസവും തീരുകയും ചെയ്യുന്നു അല്ലേ? പല വെറൈറ്റീസ് ഉള്ള ഉണ്ടാക്കി വെച്ചാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇത് കഴിക്കുമ്പോൾ എൻ്റെ ഒരു ആശ്വാസം എന്താന്ന് വെച്ചാൽ, എന്തൊക്കെ നമ്മൾ അൺഹെൽത്തി ആണ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു ഹാഫ് പ്രോട്ടീൻ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അല്ല, ഓരോ തലമുറയ്ക്ക് അല്ലെ മുട്ട പപ്സ് തലമുറകളുടെ വികാരമാണ്. ഈ തലമുറ കഴിക്കുന്നു, അടുത്ത തലമുറ അതിന്റെ ഹെൽത്തി വശങ്ങൾ കണ്ടത് ഒഴിവാക്കി പോകുന്നു. അടുത്ത തലമുറ വരുന്നു, അവരും കഴിക്കുന്നു. എപ്പോഴും ഒരു തലമുറ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുട്ട പപ്സുമായിട്ടെന്നുള്ള യാഥാർത്ഥ്യം.